എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയുടെ മേലെയായി നമ്മൾ വീഡിയോ ഇറക്കിയിട്ട്, വേറെ ഒന്നുമല്ല, കുറേ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്, യൂസിങ് സൂപ്പർ ടെസ്റ്റ് ആൻഡ് ജസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ API നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏകദേശം നമ്മളൊരു ഫോൾഡർ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല, നിങ്ങളൊരു എൻവിറോൺമെൻറ്റിൽ പോകുമ്പോൾ ടെസ്റ്റിംഗ് എഴുതാൻ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ചെറിയ കമ്പനികളിലായാലും അവരെല്ലാം ടെസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാറുണ്ട്. ഫോർ ബെറ്റർ ഫാസ്റ്റർ ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടി, ഫാസ്റ്റർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ടെസ്റ്റിംഗ് അതിൽ ഫോക്കസ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ യു ഹാവ് ടു റൈറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ടെസ്റ്റിംഗ് നിങ്ങൾക്ക് എത്രത്തോളം കഴിയുന്നു അത്രയും ടെസ്റ്റിംഗ് എല്ലാം നിങ്ങൾ അത്രയും ടെസ്റ്റുകൾ നിങ്ങൾ എഴുതണം. ഓക്കെ, മാനുവൽ ടെസ്റ്റിങ്ങിന് പുറമെ നിങ്ങൾ തീർച്ചയായും ഏറ്റവും ബേസിക് ലെവലിലെങ്കിലും ഞാൻ അധികം സജസ്റ്റ് ചെയ്യാറുള്ളത് യൂണിറ്റ് ടെസ്റ്റെങ്കിലും എഴുതണം എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നുമല്ല, ടെസ്റ്റിംഗ് ഇമ്പ്രൂവ്സ് നമ്മുടെ കോഡിങ്ങിൻ്റെ ഒരു സ്റ്റൈലും, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാത്ത കുറച്ച് ബഗ്ഗുകളൊക്കെ ഏർലി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ ടെസ്റ്റിങ്ങിനെ കൊണ്ട് ഭയങ്കര സഹായകമാവാറുണ്ട്. അപ്പോൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ടെസ്റ്റുകളൊന്നും എഴുതണ്ട, അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് വിത്ത് യൂണിറ്റ് ടെസ്റ്റ്. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ സൂപ്പർ ടെസ്റ്റും ജസ്റ്റും വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു API ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ജസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്നത്, സൂപ്പർ ടെസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തിനാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്? യൂണിറ്റ് ടെസ്റ്റിംഗ് എന്താണ്? നമ്മുടെ കോഡ് കറക്റ്റ്നെസ് എൻഷുർ ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കോഡ് മെയിൻ്റനൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കോഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു A+B ഒരു സമ്മിയുള്ള ഒരു ഫംഗ്ഷൻ നിങ്ങൾ എഴുതി, ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതി, അതിന് നിങ്ങളൊരു ടെസ്റ്റ് എഴുതി. ദെൻ ലേറ്റർ പോയിൻ്റ് ഓഫ് ടൈമിൽ വേറൊരു ഡെവലപ്പർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഫംഗ്ഷൻ മോഡിഫൈ ചെയ്ത് ഒരു പാരാമീറ്ററും കൂടിയും ആഡ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റിലോട്ട് തന്നെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെനാരിയോയിൽ നിങ്ങളുടെ CI ടൂൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ ടൂളിലെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇത് ബിൽഡ് ചെയ്യുന്നത്, ഡിപ്ലോയ് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ടെസ്റ്റിംഗ് ടൈമിൽ ടെസ്റ്റുകളെല്ലാം ഫെയിലാവും. കാരണം എന്താണ്? അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള പുതിയൊരു പാരാമീറ്റർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടാണ്ടായി. അപ്പോൾ ഇങ്ങനെ മെയിൻ്റനൻസ് എല്ലാം ഭയങ്കരമായിട്ട് എഫിഷ്യൻ്റായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാനും നിങ്ങളുടെ ലോജിക്കൽ എറേഴ്സ് ഏർലി ക്യാച്ച് ചെയ്യാനും എല്ലാം ടെസ്റ്റ് കൊണ്ട് സഹായകമാവും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റും സൂപ്പർ ടെസ്റ്റും ആണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഭയങ്കര മെച്യൂർഡായിട്ടുള്ളൊരു ടെസ്റ്റിംഗ് ലൈബ്രറിയാണ്. സൂപ്പർ ടെസ്റ്റ് അതുപോലെ തന്നെ HTTP APIസിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേറൊരു ലൈബ്രറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടെസ്റ്റിംഗ് ലൈബ്രറി വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാത്തും ലോജിക്കൽ സെയിം ആണ്. അവിടെ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഫ്രെയിം വർക്ക് മാത്രമേ മാറുന്നുള്ളൂ, ലോജിക്ക് എപ്പോഴും സെയിം ആയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഉപയോഗിച്ചത് വേറൊന്നുമല്ല, ജസ്റ്റ് ഇത്തിരി വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കാണാം. ജസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഈസ് നോട്ട് എ ഗുഡ് ലൈബ്രറി ഫോർ Node.js അങ്ങനെയെല്ലാം കാണാം നമുക്കത്. അപ്പോൾ നിങ്ങളിത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈസ് ഗുഡ്. സോ വൈഡ് ആയിട്ട് കമ്മ്യൂണിറ്റിയുള്ള ഒരു നല്ലൊരു ടെസ്റ്റിംഗ് ടൂളാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ്. ഓക്കെ, ദെൻ സൂപ്പർ ടെസ്റ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് ലൈബ്രറി ഫോർ ടെസ്റ്റിംഗ് HTTP APIs ആണ്. ഇത് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസിൻ്റെയും ഒക്കെ അപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ടെസ്റ്റിങ്ങിൻ്റെ എപ്പോഴും നിങ്ങൾ ഒരു ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഒരു ഫംഗ്ഷൻ്റെ ഫങ്ഷണാലിറ്റിയാണ് നിങ്ങൾ ടെസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേറ്റിംഗ് കമ്പോണൻസ് ഉണ്ടായിരിക്കും, ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പോണൻസുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു യൂസർ മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂസറിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ യൂസറിനെ ഡാറ്റാബേസിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് ഉണ്ടായിരിക്കും, അവിടെ ഡാറ്റാബേസ് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എക്സ്റ്റേണൽ APIസിനെ നിങ്ങൾ ചിലപ്പോൾ കോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇങ്ങനത്തെയുള്ള എല്ലാ ഒരു പാർട്ടിസിപ്പേറ്റിംഗ് കമ്പോണൻസും ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ടായിരിക്കും.
അപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഇറ്റ് ഷുഡൻറ്റ് ഹാവ് എനി അതർ ഡിപ്പെൻഡൻസീസ്. സോ എന്ത് ചെയ്യണം, നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകളെ മോക്ക് ചെയ്യണം. മോക്ക് ചെയ്യലാണ് അതിലത്തെ ഒരു മെയിൻ പെർസ്പെക്റ്റീവ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഡാറ്റാബേസ് ഇൻട്രാക്ഷൻ നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസിൻ്റെ ഫംഗ്ഷൻസ് മോക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റിൻ്റെ ഫംഗ്ഷനാലിറ്റിയാണ് ഇതാക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ മോക്കിംഗ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സൂപ്പർ ടെസ്റ്റ് നമുക്ക് npm ഇൻസ്റ്റാൾ വഴി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മുടെ പാക്കേജസിനെ നമുക്ക് ടെസ്റ്റ് സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. ടെസ്റ്റ് സ്ക്രിപ്റ്റ് നിങ്ങൾ വേറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് മാത്രം ജസ്റ്റ് കൊടുത്താൽ മതി. ബൈ ഡിഫാൾട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മോഡ്യൂൾസും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു സ്കോപ്പിലോട്ട് ഇൻജെക്റ്റ് ചെയ്യും. സോ ദാറ്റ് എന്താണ്, നമ്മൾ ഈവൻ ജസ്റ്റിന് നമ്മൾ ഫങ്ഷൻസോ അല്ലെങ്കിൽ പാക്കേജസോ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം കൂടി നമുക്ക് തൽക്കാലം ഇല്ല. സോറി. ദെൻ ഒരു ടെസ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് പല തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും ഒരു ടെസ്റ്റസ് എന്നുള്ളൊരു ഫോൾഡർ മാത്രമല്ല നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തൽക്കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇഷ്ടമുള്ളത് ബൈ ഡിഫാൾട്ട് ജസ്റ്റ് __ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ നിന്നാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ spec.js അല്ലെങ്കിൽ spec.ts, അതുപോലെ തന്നെ test.js അല്ലെങ്കിൽ test.ts, ഇത്തരത്തിലുള്ള എല്ലാ ഫയലുകളെയും ജസ്റ്റ് അതിൻ്റെ എന്താണ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡ് ചെയ്യും. നിങ്ങൾക്കത് എല്ലാം എന്താണ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും യൂസിങ് ജസ്റ്റ് കോൺഫിഗറേഷൻ ഫയൽ. ഇനി ഡിപ്പെൻഡൻസി നോക്കിയതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ യൂസർ സർവീസ് ഉണ്ട്. നമ്മളതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. യൂസർ സർവീസിൽ രജിസ്റ്റർ ലോഗിൻ എന്നുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അത് ഒരു JWT വാലിഡേഷൻ ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ API കോൾസ് മേ ബി ചെയ്യാം, DBയിലോട്ടുള്ള API കോൾസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കതിനെ മോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ യൂസർ സർവീസിനെ ഞാൻ മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് just.function എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചുള്ളത്. ഇത് ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ടു ഡു സർവീസിൽ നമുക്ക് എല്ലാ ഫങ്ഷൻസിനെയും മോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെസ്റ്റ് റൺ ചെയ്യാൻ npm ടെസ്റ്റാണ് നമ്മൾ കമാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ESM മോഡ്യൂൾസിൽ കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കോഡ് ചെയ്തിട്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. തൽക്കാലം ഞാനത് ഒന്ന് മാറ്റാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എൻ്റെ കോൺഫിഗറേഷൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ npm install -save dev. നമ്മൾ dev ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമല്ല, അത് ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡൻസി ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സൂപ്പർ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റും സൂപ്പർ ടെസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മുടെ പാക്കേജസ് നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് കാണാം ജസ്റ്റും സൂപ്പർ ടെസ്റ്റും ഇതിൽ ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ടെസ്റ്റ് എന്നുള്ളൊരു ഫോൾഡറാണ്. അപ്പോൾ ബൈ ഡിഫാൾട്ട് നമുക്ക് ഏത് ഫോൾഡർ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബൈ ഡിഫാൾട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, __tests എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ നോക്കും. അതുപോലെ തന്നെ ഫയൽസിൻ്റെ പാറ്റേൺ ആയിട്ടുള്ളത് star.spec.ts അല്ലെങ്കിൽ star.spec.js. ഇത് സ്റ്റാർ എന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ ഫയൽ നെയിം എന്ത് വേണമെങ്കിലും ഫയൽ നെയിം കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫയൽ നെയിമുള്ള എക്സ്റ്റൻഷനുള്ള എല്ലാത്തിനെയും അത് ഫയൽ നെയിമുള്ള എല്ലാത്തിനെയും അത് ടെസ്റ്റിൽ ഉൾപ്പെടുത്തും ബൈ ഡിഫാൾട്ട്. അതുപോലെ തന്നെ star.test.ts അതുപോലെ star.test.js. അപ്പോൾ ഈ രണ്ട് ഫയലിനെ അത് ടെസ്റ്റിൽ ബൈ ഡിഫാൾട്ടായിട്ട് ഉൾപ്പെടുത്തും. ഈ TS എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. നിങ്ങൾ JS ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ, രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ടെസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന കേസിലാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഫോൾഡർ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം, അത് അപ് ടു യു ആണ്. അതുപോലെ തന്നെ ഫയൽ നെയിം എങ്ങനെ വേണമെന്നുള്ളത് അതും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം, അതും അപ് ടു യു ആണ്. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ app.test.js എന്നുള്ളൊരു ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് ടെസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ ഞാനിവിടെ സൂപ്പർ ടെസ്റ്റ് വെച്ചിട്ടാണ് ആദ്യം തന്നെ ടെസ്റ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്.
ഇത് കഴിഞ്ഞ് നമ്മൾ ആസ് വി മൂവ് ഫോർവേഡ് നമ്മൾ എന്ത് ചെയ്തു, കൂടുതൽ മോക്കിംഗ് ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഡാറ്റാബേസിൽ ഇൻട്രാക്ഷൻ വരുമ്പോഴാണ് നമ്മൾ മോക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം ഒരു സിമ്പിൾ API ടെസ്റ്റിംഗ് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോൾഡർ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും കൂടി കൺസിഡർ ചെയ്തിട്ട് ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ app.js അതുപോലെ തന്നെ server.js ഇതിനെ രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ server.js നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്പ് പോർട്ട് ഗെറ്റ് ചെയ്യുന്നുണ്ട് എൻവിറോൺമെൻറ്റിൽ നിന്ന്, അതുപോലെ തന്നെ ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ app.jsനെ അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ app.jsനെ നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളിവിടെ എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ടു ഡു റൗട്ടർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എക്സ്പ്രസിൻ്റെ ഒരു ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേണ്ടിയുള്ള മിഡിൽ വെയർസ് എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്തു, ഒരു ഹെൽത്ത് ചെക്ക് ഇൻ പോയിൻ്റ് നമ്മൾ ചെയ്തു, എന്നിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്തു, ആപ്പിനെ എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എന്താണ്, ഈ ഒരു app.jsനെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലഗ് ചെയ്യാം. ഓക്കെ, പല ടൈപ്പ് മെത്തേഡിൽ നമുക്കിത് ഒരു സെർവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ HTTP ഒക്കെ ഉപയോഗിച്ച് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സ്പ്രസിൻ്റെ ഇൻസ്റ്റൻസിനെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൂപ്പർ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ app.jsലെ ഈ ആപ്പിനെ ജസ്റ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി ഒരു എഫിമെറൽ പോർട്ട് സൂപ്പർ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ എഫിമെറൽ പോർട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു റാൻഡം പോർട്ടാണ്. അത് ആ ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഡെസ്ട്രോയ് ആവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോർട്ടിൻ്റെ ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള 3000 ആണോ അതാണോ എന്നുള്ള അതൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അത്രയും ക്ലീൻ ആയിരിക്കും നമുക്കിവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ഏജൻറ്റ് ആസ് റിക്വസ്റ്റ് ഫ്രം സൂപ്പർ ടെസ്റ്റ്. അപ്പോൾ ഏജൻ്റാണ് ഇതിൻ്റെ എല്ലാ ഒരു ടെസ്റ്റിൻ്റെ ഒരു ഫംഗ്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സൂപ്പർ ടെസ്റ്റിന്. അപ്പോൾ ഞാൻ അതിനൊരു ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തിട്ടുണ്ട് റിക്വസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു നെയിംഡ് ഇമ്പോർട്ടാണ്. ഇത് നമ്മൾ ഈ ഏജൻറ്റിനെ ഇമ്പോർട്ട് ചെയ്തു, എന്നിട്ട് തന്നെ റീനെയിം ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് ദെൻ നമുക്ക് ആപ്പിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ആപ്പ് ഫ്രം ./app. ദെൻ നമ്മളൊരു ഇൻസ്റ്റൻസിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുൻപോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടെസ്റ്റ് സൂട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ടെസ്റ്റ് സൂട്ടിൻ്റെ എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഡിസ്ക്രൈബ് എന്നുള്ളൊരു മെത്തേഡ് വെച്ചിട്ടാണ് ഡിസ്ക്രൈബ്. എന്നിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയുന്നത് ടെസ്റ്റ് HTTP ഓപ്പറേഷൻസ്. അപ്പോൾ ഇതാണ് ഒരു ടെസ്റ്റ് സൂട്ട് നമ്മൾ. അപ്പോൾ ഇതിലോട്ടൊരു കോൾ ബാക്ക് ഉണ്ട്. ഈ കോൾ ബാക്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റ് ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ നമ്മളിവിടെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിൽ എഴുതുന്നത്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്ക്രൈബ് ബ്ലോക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സിമിലർ ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ തന്നെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെസ്റ്റ് സൂട്ട് അങ്ങനെ ഒരുമിച്ച് നടക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളത് എഴുതുന്നത്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം നമ്മൾ ഒരു സൂട്ടിൽ എഴുതും. അതുപോലെ തന്നെ വേറെ സിമിലർ ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം നമ്മൾ വേറൊരു ഡിസ്ക്രൈബ് ബ്ലോക്കിൽ എഴുതും. ഇതിൽ തന്നെ ഇൻഡിവിജ്വൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇറ്റ് എന്നുള്ളൊരു ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് വിൽ, അപ്പോൾ സിമ്പിളി നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ടു ഡു. എന്നിട്ട് ഇവിടെ നമ്മൾ അത് ഇവിടെ ഡിഫൈൻ ചെയ്യണം അതിൻ്റെ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതൊരു അസിങ്ക് ഫംഗ്ഷനാണ്, വേറൊന്നുമല്ല. നമ്മളിവിടെ ഒരു റിക്വസ്റ്റ് ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അത് റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഏജൻറ്റിൻ്റെ ഒരു റിക്വസ്റ്റ് ഇൻസ്റ്റൻസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. കോൺസെപ്റ്റ് ഈക്വൽ ടു റിക്വസ്റ്റ് ഓഫ് ആപ്പ്.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് നമ്മളിവിടെ എൻ്റെ URL കൊടുക്കും. അപ്പോൾ API/todos അതാണ് നമ്മുടെ URLs അല്ലേ, API/todos. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ URL സ്ട്രിങ് ഓക്കെ const res equal to request.await wait request response console dot response dot dat response. അപ്പോൾ ഈ ഒരു API കോൾ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ പോസ്റ്റ് റിക്വസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു ബോഡി വേണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്, നെയിം മൈ ടു ഡു കണ്ടൻറ്റ് മൈ ടെസ്റ്റ് കണ്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ടെസ്റ്റ് റൺ ചെയ്യുന്നത്, പാക്കേജ് .jsonൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ ഈ ഒരു സംഭവം ഞാനിവിടെ എടുത്ത് കളയാണ്. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. npm run ടെസ്റ്റ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, അതുകൊണ്ട് ഞാനത് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞത്. വേറൊന്നുമില്ല, ജസ്റ്റിൽ ബൈ ഡിഫോൾട്ട് ECMAScript മൊഡ്യൂൾ ES6 മൊഡ്യൂൾസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, നമ്മൾ ECMAScript മൊഡ്യൂൾസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ package.jsonൽ നമ്മളിവിടെ ടൈപ്പ് മൊഡ്യൂളാക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ECMAScript മൊഡ്യൂൾസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റിൽ ഡിഫോൾട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യണം, പകരം കുറച്ച് കോൺഫിഗറേഷൻസ് നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഈ ടെസ്റ്റിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, നോഡിൻ്റെ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാണ് എക്സ്പെരിമെൻ്റൽ VM മൊഡ്യൂൾസ് എന്നുള്ളത്. ഈവൻ ദോ ബൈ ഡിഫോൾട്ട് ECMAScript മൊഡ്യൂൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ കൂടി ജസ്റ്റ് ഇത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ഫ്ലാഗ് നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ജസ്റ്റ് കോൺഫിഗറേഷനിൽ നമ്മൾ എക്സ്പോർട്ട് ഡിഫോൾട്ട് ട്രാൻസ്ഫോം. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, അത് പഴയ ഫയലായിരുന്നു, ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്നിട്ട് നമ്മൾ റൺ ടെസ്റ്റ് ചെയ്തു. ഇല്ല, ഇപ്പോഴും പ്രശ്നമാണ്. ഡിഡ് യു യൂസ്, അപ്പോൾ ഇതിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഡിഡ് യു യൂസ് ഡിഫോൾട്ട് എക്സ്പോർട്ട് വാട്ടവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ പോരുന്നു, ജസ്റ്റിൻ്റെ കോൺഫിഗറേഷനിൽ നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിഫോൾട്ട് ട്രാൻസ്ഫോം ബ്ലോക്ക് പറയുമ്പോൾ ഇത് ജസ്റ്റ് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ ECMAScript മൊഡ്യൂളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് കസ്റ്റമായിട്ടുള്ള ട്രാൻസ്ഫോം ബ്ലോക്ക് അല്ലെങ്കിൽ എന്താ പറയുക അതർ മൊഡ്യൂൾസ് ആയിട്ടുള്ള ബേബൽ അത് അങ്ങനത്തെ ഉള്ള ട്രാൻസ്ഫോർമേഷൻ ടൂൾസുകളൊന്നും യൂസ് ചെയ്യേണ്ട എന്നാണ് ഇതിവിടെ മെൻഷൻ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം, ടെസ്റ്റ് റണ്ണ്. ഓക്കെ, ഇപ്പോൾ എന്താണ്, നമ്മുടെ ആ ഇഷ്യൂസ് എല്ലാം പോയി. പക്ഷെ എന്താണ്, പുതിയ നമ്മുടെ ടെസ്റ്റ് റണ്ണായി, നമ്മുടെ ടെസ്റ്റ് ബ്രേക്കായി. ദിസ് ഈസ് ഗുഡ് ആക്ച്വലി. കാരണം എന്താ പറയുക, നമുക്ക് അറിയാം നമ്മുടെ ടെസ്റ്റ് ഓക്കെയാണ്, പക്കയാണ്. ഐ മീൻ ടെസ്റ്റ് ലോജിക്ക് പക്കയല്ല, പക്ഷേ ടെസ്റ്റിൻ്റെ സെറ്റപ്പ് സെറ്റപ്പ് എല്ലാം വർക്കിംഗ് കറക്റ്റാണെന്നുള്ളത് നമുക്കതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ടെസ്റ്റിലോട്ട് കിടക്കാം. ഇവിടെ നമ്മുടെ ടെസ്റ്റിൽ എന്താ പറയുന്നത്, റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ, ടൈപ്പ് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലോട്ട് പോവാം. ഞാൻ എപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റക്കായി വന്നു കഴിഞ്ഞു വെച്ചാൽ, ഒരു ലൈബ്രറിയിൽ എന്തെങ്കിലും സ്റ്റക്കായി വന്നു വെച്ചാൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യാം, അതിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലോട്ട് പോവാം. ഇല്ലെങ്കിൽ നമുക്കെന്താണ്, നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല. അല്ലെങ്കിൽ നിങ്ങളിൽ ChatGPT അല്ലെങ്കിൽ അങ്ങനത്തെ ടൂളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനോട് ചോദിക്കുക എന്തുവാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ChatGPT പോലത്തുള്ള AI ജനറേറ്റിംഗ് ടൂൾസ് എല്ലാം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. എന്തിന്, നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങളുടെ കോഡ് എഴുതിക്കാനോ അതിനോ നിങ്ങളത് ഉപയോഗിക്കരുത്, അൺലെസ് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് ദോഷമാണ്, കാരണം നിങ്ങളുടെ ലേണിങ്ങിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂപ്പർ ടെസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വന്നിട്ട് ഇരിക്കുകയാണ് ഇവിടെ npm JSൻ്റെ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാം, ഇവിടെ നമ്മൾ ചെയ്തത് ഏകദേശം ശരിയാണ്. റിക്വസ്റ്റ് കൊണ്ട് എക്സ്പ്രസ്സിനെ ഇൻസൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആപ്പ് ഡോട്ട് ഗെറ്റ് എന്നുള്ളൊരു സാമ്പിൾ റൂട്ട് എഴുതി. ഇനി റിക്വസ്റ്റ് ഓഫ് ആപ്പ് ഡോട്ട് ഗെറ്റ്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്തു, റിക്വസ്റ്റ്
ഓഫ് ആപ്പ്. ഓക്കെ, നമ്മൾ അതിനെയാണ് ചെയ്തത്. ഡോട്ട് ഗെറ്റ്. ഓക്കെ, ഡോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് പറ്റിയപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ഓഫ് ആപ്പ്. ഓക്കെ, ഇറ്റ് റെസ്പോൺസ് ടു ദ റിക്വസ്റ്റ് ഓഫ് വേറെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ഞാനിതൊന്ന് റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ടെന്ന്. റിക്വസ്റ്റ് ഓഫ് വെയിറ്റ്, റിക്വസ്റ്റ് ഓഫ് ആപ്പ് ഡോട്ട് പോസ്റ്റ്, റിക്വസ്റ്റ് ഡോട്ട് ആപ്പ് ഡോട്ട് പോസ്റ്റ്. ഞാൻ വെയിറ്റ് ചെയ്തു. ഇവിടെ പ്രോമിസ് അല്ലേ റിട്ടേൺ ചെയ്തത്? ഡൗട്ടുണ്ട്. Request okay, small message here. Yes, okay, weight of constants. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെസ്റ്റ് പാസ്സായി. പക്ഷേ ടെസ്റ്റിലൊന്നും എഴുതിയിട്ടില്ല. ബേസിക്കലി അത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയതാണ്. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് ഡോട്ട് ബോഡി എന്താണ്? എം ടി ബോഡിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റൂട്ട്സ് നോക്കാം നമുക്ക്. ടു ഡു റൂട്ട്സ്, ക്രിയേറ്റ് ടു ഡു, പോസ്റ്റാണ്. കൺസോൾ ഡോട്ട് റിക്വസ്റ്റ് ഡോട്ട് ബോഡി, റിക്വസ്റ്റ് ഡോട്ട് ബോഡി, റെസ്പോൺസ് ക്രിയേറ്റ് ടു ഡു വൺ. ഓക്കെ, request of app dot post to do's to do കൺട്രോളിലൂടെ എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് ഡോട്ട് ബോഡി എം ടി ആണ്. എന്തുപറ്റി? സ്റ്റാറ്റസ് കോഡ് പ്രിൻ്റ് ചെയ്യാണ് ഞാൻ. ഇരുന്നിട്ടൊന്ന് സ്റ്റാറ്റസ് കോഡ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് പഴയ ടെസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. പഴയ ടെസ്റ്റ് കാണുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, നമുക്ക് അവിടെ ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ റിസോൾവ് ചെയ്യാം. തൽക്കാലം നമുക്ക് സെറ്റപ്പിലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡീബഗിങ്ങിൻ്റെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടെസ്റ്റ് ചെയ്താണ് എക്സ്പെക്റ്റ്. ഓക്കെ, എക്സ്പെക്റ്റ് റസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് ടു ബി 201. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ടെസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒന്നുമില്ല, API ടു ഡൂസിലോട്ട് ഞാൻ പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് കോഡ് 201 ക്രിയേറ്റഡ് ആണെന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നമ്മുടെ റെസ്പോൺസ് സ്റ്റാറ്റസ് 201 ആണ്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പാസ്ഡ് ആണ്, നമ്മുടെ സ്റ്റാറ്റസ് കറക്റ്റാണ്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ ഒന്നുമില്ല, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റാണ്. 200 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത്. റൺ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എക്സ്പെക്റ്റ് റിസീവ്ഡ് ടു ബി എക്സ്പെക്റ്റഡ്. എക്സ്പെക്റ്റഡ് 200 ആണ്, പക്ഷേ റിസീവ്ഡ് എന്താണ്? 201 ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക്, അല്ലെങ്കിൽ ഏത് ലൈബ്രറി ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബേസിക് ഇതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ പുതിയ വേറെ ടെസ്റ്റ് കൂടി നമുക്ക് എഴുതാം. ഇറ്റ് വിൽ
and then it will get the list of to dos നമ്മൾ ഇവിടെ ഗെറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഗെറ്റ് എന്നുള്ളൊരു മെത്തേഡാണ്. എന്നിട്ട് റെസ്പോൺസ് സ്റ്റാറ്റസ് ടു ബി 200 എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ റണ്ണ് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഒരെണ്ണം ഫെയിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 200 കൊടുത്തു. പക്ഷെ നമുക്ക് റിസീവ് ചെയ്ത് എന്താണ്, എക്സ്പെക്റ്റഡ് 200 ആണ്, റിസീവ്ഡ് 201 ആണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ കാണാം എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ടു ഡു കൺട്രോള്, ഓക്കെ, ഗെറ്റ് ടു ഡു ബൈ ID, ഗെറ്റ് ടു ഡൂസ്, റെസ്പോൺസ് ഡോട്ട് സെൻഡ് ടു ഡൂസ്, വിൽ ക്രിയേറ്റഡ് ടു ഡു ആണ് നമുക്കിവിടെ. ഓക്കെ, വിൽ ക്രിയേറ്റഡ് ടു ഡു ആണ് ഇവിടെ പൊട്ടിയിട്ടുള്ളത്. എന്താണ് 200 പകരം നമ്മൾ 201 ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ 200 നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മുടെ നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ടത് 200 ആണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഗെറ്റ് മെത്തേഡ് എന്ത് ചെയ്യുന്നു, നമുക്ക് 200 ആണ് സ്റ്റാറ്റസ് തരുന്നത് ബൈ ഡിഫാൾട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ റെസ്റ്റ് API ഡിഫൈൻ ചെയ്യുമ്പോൾ പോസ്റ്റിലോട്ട് എപ്പോഴും നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫാൾട്ട് 201 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മൾ എക്സ്പ്രസ്സിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ചിലപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നമ്മളിവിടെ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ടു ഡു കിട്ടി, 200 കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ. ഓക്കെ, ഇവിടെ നമുക്ക് ഇനിയും കൂടുതലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എക്സ്പെക്ട് റെസ്പോൺസ് ഡോട്ട് ബോഡി ഡോട്ട് ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടില്ല, അതിൻ്റെ ലോജിക്കാണ്. എക്സ്പെക്ട് റെസ്പോൺസ് ഡോട്ട് ലെങ്ത് ടു ബി ഗ്രേറ്റർ ദാൻ 0. റൺ ചെയ്യാൻ ആ മെത്തേഡ് പാസ്സാണ്. എന്താണ് അവിടെ ടു ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതായി. ഇപ്പോൾ ഞാൻ ടു ബി ഗ്രേറ്റർ ദാൻ 2 എന്ന് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്താണ് ഫെയിൽഡായി. കാരണം എന്താണ്, നമ്മളിവിടെ പോസ്റ്റ് ചെയ്തപ്പോൾ അത് ടു ഡു ക്രിയേറ്റ് ആയി നമ്മുടെ കയ്യിൽ. എന്നിട്ട് ആ ഒരു ഇൻസ്റ്റൻസിലോട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു റിക്വസ്റ്റ് ഗെറ്റ് വിടുന്നത്. അപ്പോൾ ഗെറ്റ് വിടുമ്പോൾ നമ്മുടെ എന്താണ്, ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പോൾ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കിവിടെ റിസീവ്ഡ് 1 എന്ന് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2 എലമെൻ്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ ടെസ്റ്റ് അവിടെ പൊട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള അൺസർട്ടൺ ആയിട്ടുള്ള, അതായത് നമ്മുടെ കണ്ടീഷൻസുകൾ നമ്മുടെ API ഡിഫൈൻ ചെയ്യുമ്പോൾ എല്ലാം ഒരുമിതും ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും. ആ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റ് ടെസ്റ്റിൽ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, API കോൾസ്, ഡാറ്റാബേസ് കോൾസ്, അങ്ങനെയുള്ള വേറെ കമ്പോണൻറ്റുകളിലായിട്ടുള്ള ഇൻ്റർഫേസിംഗ് ആണ്. അവിടെയാണ് നമ്മൾ ശരിക്കും മോക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ട് ഒരു കാര്യമൊന്നുമില്ല. ടു ഡു കൺട്രോളറിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ടു ഡു റോഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ യൂസറിൻ്റെ ഇതിലോട്ട് കടക്കും. അതുപോലെ തന്നെ മോഡൽസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതിലോട്ട് കടക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കൂടെ ബാക്കി ടെസ്റ്റുകളെല്ലാം നമ്മളിവിടെ എഴുതി പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് കൂടുതൽ ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെ മോക്ക് ചെയ്യാം, എങ്ങനെയാണ് ഇൻ്റർഫേസ് മോക്കിംഗ് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ജസ്റ്റിലെ മോക്കിംഗ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം, മോക്ക് ഫങ്ഷൻസ് എങ്ങനെ ഉപയോഗിക്കാം, അസിൻക്രണസ് ആയിട്ടുള്ള ഫങ്ഷൻസുകൾ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇത്തരത്തിലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എൻഡ് ടു എൻഡ് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റ് എങ്ങനെ ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ വീഡിയോസിൽ പഠിക്കാം. അപ്പോൾ ഇതൊരു ജസ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഒന്നുകൂടി റൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഫെയിൽഡ് ആണ്. ടു ബി ഗ്രേറ്റർ ദാൻ 1 അല്ല, ടു ബി ഗ്രേറ്റർ ദാൻ 0 ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു, അല്ലെങ്കിൽ ടു ബി ഈക്വൽ ടു 0 എന്നുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ജസ്റ്റിനെ കുറിച്ച് പഠിക്കാനല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരാം. ഇത് ജസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. ഇവിടെ നമുക്ക് എക്മാസ്ക്രിപ്റ്റ് മൊഡ്യൂളിനെ എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യാം, അതുപോലെ തന്നെ കോഡ് ട്രാൻസ്ഫോം നമ്മൾ നേരത്തെ ഡിസേബിൾ ചെയ്ത് എങ്ങനെ നമുക്ക് ചെയ്യാം,
ആ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട്, ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഷോട്ട് ടെസ്റ്റിംഗ്, നിങ്ങൾ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ ചെയ്യാം, അസിങ്ക് എക്സാമ്പിൾ എങ്ങനെയാണ് അസിങ്കർണസിനെ ടെസ്റ്റ് ചെയ്യാം, മാനുവൽ മോക്സ് എങ്ങനെ ചെയ്യാം, ES6 ക്ലാസ് മോക്സ് എങ്ങനെ ചെയ്യാം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതും ജസ്റ്റിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനും സൂപ്പർ ടെസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ അവർക്ക് കാണുന്ന ടെസ്റ്റിങ്ങിനെ കുറിച്ച് ഡൗട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. വരുന്ന വീഡിയോസിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 2D MECനെ കൂടുതൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.